ഈ വാർത്ത എല്ലാവരും കണ്ടു കാണും. കാണാത്തവർ ഒന്നുകൂടെ കാണും. ഈ വാർത്ത കണ്ടപ്പം എനിക്ക് എൻ്റെ 2006, 2007, 2008 കാലഘട്ടം, അതായത് 8, 9, 10 ഞാൻ പഠിച്ചത്. ആ സമയത്ത് അവിടെ എന്നെ പഠിപ്പിച്ചൊരു ടീച്ചറുണ്ട്. ഞാൻ ഏറ്റവും വെറുക്കപ്പെടുന്ന, ഇപ്പോഴും ആ ടീച്ചറിനെ ഞാൻ ഏറ്റവും വെറുക്കുന്ന ലിസ്റ്റിൽ ആദ്യത്തെ പേര് ആ ടീച്ചറിൻ്റെ ആയിരിക്കും. ഞാൻ പേര് പറയുന്നില്ല, കാരണം വേറൊന്നും കൊണ്ടല്ല. അവർക്ക് വൈരാഗ്യമാണ് പിള്ളേരുടെ അടുത്ത്. എല്ലാ പിള്ളേരുടെ അടുത്തൊന്നും പറയില്ല. എൻ്റെ ക്ലാസ്സിൽ എൻ്റെ അടുത്തൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര വൈരാഗ്യമാണ്. എന്തിനാണെന്ന് എനിക്കിപ്പോഴും അതിൻ്റെ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. അവർക്ക് എന്തോ ക്ലാസ്സിൽ വന്നു കയറി കഴിഞ്ഞാൽ ഈ എന്താ പറയുക, കാട്ടുപോത്ത് കയറി വരത്തില്ലേ, ആ ഒരു ക്യാരക്ടറാണ്. വന്നു കഴിഞ്ഞാൽ ദേഷ്യമാണ്. അവർ കുറച്ച് പിള്ളേരെ കണ്ടുവച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 10, 20 ബോയ്സ് ഉണ്ടെങ്കിൽ അതിലൊരു 20-ൽ 10 ബോയ്സിൻ്റെ അടുത്ത് അവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. 10 പേര് അവർക്ക് കണ്ണെടുത്താൽ കാണത്തില്ല. കണ്ണെടുത്താൽ കണ്ടുകൂടാ, ഭയങ്കര ദേഷ്യമാണ്. അതിലൊരാളാണ്, അവർ വെറുക്കുന്ന ഓരോ ലിസ്റ്റിൽ അവർ വെറുക്കുന്ന ഒരാളിൽ ഞാനും ഉണ്ട്. എന്നെ അവർക്ക് കണ്ണെടുത്താൽ ഇഷ്ടമല്ല. എന്തോ ഭയങ്കര ദേഷ്യമാണ് ഞങ്ങളുടെ അടുത്തൊക്കെ. വന്നു കഴിഞ്ഞ് ഞങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കടിച്ചു കയറാൻ നിൽക്കും. ബാക്കി 10 പേര് അത് കുറച്ച് പഠിക്കുന്ന പിള്ളേരാണ് കേട്ടോ. ഇച്ചിരി പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്, അതിൽ പഠിക്കാത്ത ഉണ്ട്, കുറച്ച് ബാലക്കുള്ള പിള്ളേരൊക്കെ ഉണ്ട്. അവരുടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ നമ്മുടെ അടുത്ത് സൈലൻ്റായിട്ടിരുന്നാലും ഭയങ്കര ദേഷ്യമാണ്. ഞങ്ങളുടെ അടുത്തൊക്കെ ഭയങ്കര ദേഷ്യം. വേറെ ടീച്ചേഴ്സിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, അവർക്കാണ് കുഴപ്പം. എല്ലാ ക്ലാസ്സിലും ഒരു ടീച്ചർ കാണൂലേ ഇതേപോലത്തെ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഐറ്റം. എനിക്കവരെ പേര് പറയാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഇവർക്ക് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കുമല്ലോ, മാത്സ് പഠിപ്പിക്കും. മാത്സ് ടീച്ചറാണ്, മാത്സ് പഠിപ്പിക്കും. മാത്സ് പഠിക്കുന്ന സമയത്ത് അന്നത്തെ ഓരോ ഫോർമുലയൊക്കെ ഉണ്ടല്ലോ. അപ്പം മക്കളൊക്കെ മാത്സിലൊക്കെ കുറച്ച് വീക്കാണ് കേട്ടോ. ഞാനൊക്കെ എന്ന് വെച്ചാൽ മാത്സിൽ വീക്കാണ്. ഞങ്ങളെപ്പോലെ കുറേ പയ്യന്മാരുണ്ട്, പെൺകുട്ടികളുണ്ട് കേട്ടോ. പെൺകുട്ടികൾക്ക് അവർക്ക് ആ ടീച്ചറിന് കുറച്ച് പെൺപിള്ളേരെ ഇഷ്ടമല്ല. വേറൊരു കുറച്ച് ബുജ്ജിയുള്ള പെണ്ണിനുണ്ട്, അവളുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. എന്ന് വെച്ചാൽ മാത്സ് വേറെ ഒന്നുമല്ല, നല്ല പഠിക്കുന്ന പിള്ളേരെ മാത്രമേ അവർക്ക് ഇഷ്ടമുള്ളൂ, പഠിക്കാത്ത പിള്ളേരെ ഇഷ്ടമല്ല. നമ്മളെ തെറ്റല്ല, അവർ പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവാത്തതിൻ്റെ കുറവാണ്. പിന്നെ നമുക്ക് പറ്റുന്നില്ല മാത്സ്. ഞാൻ അവരത് പറഞ്ഞുതരാം. അവർ മാത്സ് ഒരു അടുത്ത ചാപ്റ്റർ എടുത്തിട്ട് അതിൽ മാത്സ് അതിൽ കുറേ പഠിപ്പിക്കും. അതിൽ ഫസ്റ്റ് കണക്ക് വരും, അതിലൊരു ഫോർമുല കാണും. ഇത് ഒരു സ്റ്റെപ്പ് ഇവർ ബോർഡിൽ എഴുതി കാണിക്കും. ഇതിൽ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരും സ്പെഷ്യൽ ട്യൂഷന് പോകുന്ന പിള്ളേരൊക്കെ ഉണ്ട്. ഇവർക്കാകുമ്പോഴേ ആ ടീച്ചർ ഒരു തവണ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഇവർ സ്പെഷ്യൽ ട്യൂഷന് പോകും. ഞങ്ങളൊക്കെ പാവപ്പെട്ട ഫാമിലി ആയതുകൊണ്ട് അന്ന് നമ്മളെ സ്പെഷ്യൽ ട്യൂഷൻ ക്ലാസ്സിന് വിടേണ്ട പൈസയൊന്നും നമ്മളെ കുടുംബത്തിനൊന്നുമില്ല. അതേപോലെ തന്നെയാണ് എല്ലാ ഫാമിലീസും അങ്ങനെ തന്നെയാണ്. എല്ലാ ഫാമിലിയിൽ നിന്ന് അങ്ങനത്തെ പയ്യന്മാരൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കൊക്കെ എന്ന് വെച്ചാൽ ഇവർ പഠിപ്പിക്കുന്നത് കണ്ടിട്ടൊക്കെയും അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന പയ്യന്മാർ എഴുതുന്നത് കണ്ടും കോപ്പി അടിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊന്നും പെട്ടെന്ന് ഇവർ പറയുന്ന ഫോർമുല നമുക്ക് മനസ്സിലാവത്തില്ല. ഈ ടീച്ചർ ഒരു തവണ കാണിച്ചിരുന്നു, പിന്നെ പറഞ്ഞു തരത്തില്ല. പിന്നെ നമ്മൾ അടുത്ത കണക്കിട്ട് എഴുതു. അപ്പോൾ നമുക്കറിയത്തില്ല, നമുക്ക് ഭയങ്കര പേടിയാണ് ടീച്ചർ. ഒരു കമ്പും കൊണ്ടുവന്ന് ചുമ്മാ അടിയാണ്, ചുമ്മാ എന്നല്ല, നമുക്കറിയത്തില്ലല്ലോ. അപ്പം ഇവർ നമ്മളെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല. ഇവർ മറ്റു പഠിക്കുന്ന പയ്യന്മാർക്ക് അവർ ട്യൂഷന് പോയി ഇതിൻ്റെ ഓൾറെഡി ഇതെല്ലാം പഠിച്ച് വന്നിട്ടിരുന്നാണ് അവർ കണക്കെഴുതിക്കൊണ്ട്. നമുക്കൊന്നും അറിയത്തില്ലല്ലോ. നമ്മളൊക്കെ ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് കഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ നമ്മളെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല. ഈ പഠിക്കാത്ത ഇവർ ഒരു പാവപ്പെട്ട ഫാമിലിയുള്ള പയ്യനാണ്. അപ്പോൾ അവന് പഠിക്കാനുള്ള സാമ്പത്തികമായിട്ട് സ്പെഷ്യൽ ട്യൂഷൻ ക്ലാസ്സിന് പോയിട്ട് പഠിക്കേണ്ട സാമ്പത്തികമായിട്ടുള്ള ഒന്നുമില്ല. ഇതിവർ മനസ്സിലാക്കുന്നില്ല. ഇവർ വന്നോടെ അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ കണക്ക് ചിലപ്പോൾ നമ്മൾ കോപ്പി അടിച്ചൊക്കെ എഴുതുന്നത്. നമ്മളെ ബുക്ക് കണ്ടോ, നിങ്ങൾ കോപ്പി അടിച്ചല്ലടാ എന്നും പറഞ്ഞു അങ്ങോട്ട് തുടങ്ങും. ബുക്കിനെടുത്ത് എറിയേക്കാം. എൻ്റെ ബുക്കിനൊക്കെ എടുത്ത് എറിഞ്ഞിട്ടുണ്ട് ഇവർ. എടുത്തെറിഞ്ഞിട്ടുണ്ട്. ബുക്കിന് പേനയിൽ ഇങ്ങനെ വെട്ടിയിട്ടുണ്ട്. തെറ്റുണ്ടെങ്കിൽ ദേഷ്യത്തിലാണ് വെട്ടുന്നവർ. അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കണം, ആടാ ഇത് ഇങ്ങനെയല്ല, ഞാൻ വേണം ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കണക്കിങ്. അതാണ് ടീച്ചർ കേട്ടോ. അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സുണ്ട് നമുക്ക്. എന്നെ +2 പഠിപ്പിച്ച ടീച്ചേഴ്സുണ്ട്. ടീച്ചേഴ്സ് അവർ നമുക്ക് പറഞ്ഞു തരും. അറിഞ്ഞുള്ളവരാണെങ്കിൽ ഒന്നുകൂടെ ടീച്ചർ എഴുതി കാണിച്ചിട്ട് ടീച്ചർ ഓരോ ബുക്കിൽ കണക്ക് തന്നിട്ട് തെറ്റാണെങ്കിൽ അതൊന്നുകൂടെ ടീച്ചർ കാണിച്ചു തരും. അതിങ്ങനെയല്ല, ടീച്ചർ നമ്മുടെ ബുക്കിൽ തന്നെ അത് മാർക്ക് ചെയ്ത് തരും. ഇത് ഇങ്ങനെയാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ. നമ്മൾ +1 +2 കാലത്തിലൊക്കെ നല്ല ടീച്ചേഴ്സൊക്കെ ഉണ്ടായത്. പക്ഷേ 8, 9, 10 ഞാൻ ഏറ്റവും വെറുത്ത ക്ലാസ് എന്ന് പറയുന്നത് 8, 9, 10 മാത്സ് ടീച്ചറുടെ ക്ലാസ്സാണ്. കാരണം വെറുത്തതിന് അങ്ങ് അറ്റം വെറുത്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല, അവരെ ക്ലാസ്സിൽ നിന്ന് വെറുത്തിട്ടുണ്ട്.
ഇവർ കാരണം നമ്മൾ ക്ലാസ്സിൽ കയറാതിരുന്നിട്ടുണ്ട്. അവരപ്പോൾ നമ്മൾ ക്ലാസ്സിന് വരാത്ത എന്താണ് അതൊന്നും ചോദിക്കത്തില്ല. നീയൊക്കെ ഇതിന് വന്നില്ല, നീ എന്തുകൊണ്ട് വന്നില്ല, മറ്റേതാണ് മറിച്ചാണ്. ഇവരാണ് ക്ലാസ് ടീച്ചർ കേട്ടോ. ഭയങ്കര ദേഷ്യമാണ് ഇവർ കാരണം നമ്മളെ ജീവിതം നമ്മളെ ലൈഫ് നമ്മൾ വെറുത്തിട്ടുണ്ട്. ഇവരെ ഉണക്ക മാത്സ് കാരണം. അന്ന് ഞാൻ പിന്നെ വിചാരിച്ചിട്ടുണ്ട്, മാതാപിതാ ഗുരു ഇവരെ പോലത്തെ കൂതറ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ മാതാപിതാ ഗുരു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരൊക്കെ കുരുവാണ്, നമ്മളെയൊക്കെ ലൈഫിലെ കുരുവാണ് ഇവരൊക്കെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ ടീച്ചേഴ്സും അല്ല കേട്ടോ, എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇന്നാണ് പറയാൻ നല്ലൊരു അവസരം കിട്ടിയത്. അന്ന് നമുക്ക് പറയാൻ പേടിയാണ് ഇവരൊക്കെ ഈ ടീച്ചറിൻ്റെ ഇത് കാരണം. അത്രയും വെറുപ്പാണ് അവരെ. കാരണം ഇവർ വീട്ടിലെന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് തീർക്കണം നമ്മുടെ അടുത്താണ് വന്നിട്ട്. അത് പോയിട്ട് ഇവർക്ക് ഇംഗ്ലീഷുണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷിൻ്റെ ഇതുണ്ട്, അത് പഠിപ്പിക്കും. ഇംഗ്ലീഷ് അതങ്ങ് വായിച്ചങ്ങ് വിട്ട് പോകും. അപ്പം ഞാനെൻ്റെ കൂട്ടുകാരനും കൂടെ അടുത്തിരുന്നിട്ട്, അപ്പം എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പം എന്നെക്കാളും വീക്കാണ് എൻ്റെ അടുത്തിരുന്ന പയ്യൻ. അപ്പം അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഡൗട്ട് ചോദിച്ചു, എടാ അത് എന്തിനാണ് പറഞ്ഞത് ഇങ്ങനെ ചോദിച്ചു. ഇവൻ ഡൗട്ട് ചോദിച്ചതാണെങ്കിൽ ആ ക്ലാസ് മൊത്തം കേട്ടല്ലാരും. ഈ ടീച്ചർ അത് കേട്ടു. ടീച്ചറെ കേട്ടിട്ട് അവനെ പിടിച്ച് എന്തോ ചോദിച്ചാൽ പറഞ്ഞ ടീച്ചർ ഒരു ഡൗട്ട് ചോദിച്ചത് എണീറ്റില്ലെന്ന് പറഞ്ഞു രണ്ടുപേരും, എന്നെ അവനെ. അല്ലെങ്കിൽ ഇവർ ചോദിക്കണം, നീ എന്ത് ഡൗട്ടാണ് ചോദിച്ചത്, നിനക്ക് എന്താണ് സംശയം, നീ എൻ്റെ അടുത്ത് ചോദിക്കും. അതൊന്നുമില്ല. സംസാരിച്ച് എന്തൊരു ഡൗട്ട് ചോദിച്ചു, എണീറ്റില്ലേ. പിന്നെ ആ ക്ലാസ് തീരുന്നത് വരെ ഞാനും അവന് എണീറ്റ് നിൽക്കുന്നു. എന്നിട്ടും ഇവർ ചോദിക്കുന്നില്ല, എന്ത് ഡൗട്ടാണ് നീ ചോദിച്ചത്, നിനക്ക് എന്താണ് മനസ്സിലാവാത്തത്, അത് ഇവർക്ക് ചോദിക്കാൻ വയ്ക്കുക. എന്നിട്ടങ്ങ് വായിച്ച് വിട്ടങ്ങ് പോവുകയാണ്. നമ്മളെപ്പോലത്തുള്ളവർക്ക് മനസ്സിലായോ മനസ്സിലായില്ലേ ഇതൊന്നും അവർക്ക് അറിയണ്ട. അവർ മറ്റേ 4-5 പയ്യന്മാരുണ്ട്, പിള്ളേരുണ്ട്, പഠിക്കുന്ന പിള്ളേരുണ്ട്. അവർക്ക് മനസ്സിലായ അത് മാത്രമേ അവർ നോക്കും. ബാക്കി പിള്ളേരൊക്കെ എങ്ങനെ പോകും? അതുപോലത്തെ ടീച്ചേഴ്സാണ്, വൃത്തികെട്ട ടീച്ചർ. പിന്നെ ഇപ്പം കണ്ട വാർത്ത അത് നല്ലത് തന്നെ. ക്ലാസ്സിലാകുമ്പോൾ മുടി വെട്ടണം, വൃത്തിയോടെ വരണം. അല്ലാതെ ക്ലാസ് എന്ന് പറയുന്നത് ഗുണ്ടായിസം പഠിക്കേണ്ട വിദ്യാലയമല്ല. അവിടെ കുട്ടികൾ മാന്യമായിട്ട് പോകേണ്ടതാണ്. അപ്പോൾ നമ്മളിപ്പോഴേ അവിടെ വെച്ച് വൃത്തി എന്ന സാധനമുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാലേ നമ്മൾ നാലാളുടെ മുന്നിൽ പോകുമ്പോൾ വൃത്തിയായിട്ട് നമുക്ക് പോകാൻ പറ്റും. അല്ല കാനാകൂനായിട്ട് മുടിയും വളർത്തി കണ്ട വേട്ടാവളിയെ ചെറുക്കന്മാരെ പോലെയൊക്കെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആ ലെവലിലൊക്കെ പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതുപോലത്തെ വേട്ടാവളിയന്മാരെ തന്നെ പിള്ളേരൊക്കെ വളയ്ക്കാൻ നടക്കും സ്കൂളിൽ. അതുകൊണ്ട് അവന്മാർ മുടി വളർത്തിയൊക്കെ ട്രെൻഡിങ് ആയിട്ടൊക്കെ നടക്കുന്നത്. ദയവ് ചെയ്ത് അനിയന്മാരെ മുടിയൊക്കെ വെട്ടി ഡീസൻ്റായിട്ടൊക്കെ ക്ലാസ്സിലൊക്കെ പോയി നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലി വാങ്ങാൻ നോക്ക്. അതൊക്കെ എന്നെപ്പോലത്തെ ചേട്ടന്മാർക്ക് പറഞ്ഞു തരാൻ പറ്റും. അതുകൊണ്ട് ക്ലാസ്സിലൊക്കെ പോകുമ്പം മുടിയൊക്കെ വെട്ടി ഡീസൻ്റായിട്ടൊക്കെ പോകാൻ ശ്രമിക്കൂ. അതിനൊക്കെ പണിഷ്മെൻറ്റ് കിട്ടുന്നത് നല്ലതാണ് കേട്ടോ. അത് നല്ലത് തന്നെയാണ്.